കേരളത്തിൽ മൂന്നാർ എന്ന് പറയുന്നത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. മൂന്നാറിന് ഒരു ടൂറിസം മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും നമുക്കില്ല. 15 കൊല്ലം കഴിഞ്ഞ് മൂന്നാർ എങ്ങനെയായിരിക്കും? മൂന്നാർ എവിടെയൊക്കെ ആയിരിക്കും പാർക്കിങ്? മൂന്നാറിൽ എവിടെയൊക്കെ ആയിരിക്കും റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവുക? മൂന്നാറിൽ എവിടെയൊക്കെ ആയിരിക്കും റിസോർട്ടുകൾ ഉണ്ടാവുക? എവിടെയൊക്കെയാണ് റിസോർട്ടുകൾ പാടില്ലാത്തത്? എവിടെയൊക്കെയാണ് നമുക്ക് അമ്യൂസ്മെൻറ്റ് സെൻറ്ററുകൾ ഉണ്ടാവേണ്ടത്? എവിടെയൊക്കെ ബാറുകളാവാം? എവിടെയൊക്കെ നമുക്ക് കാസിനോകൾ വേണമെങ്കിൽ തുടങ്ങാം? ഈ കാസിനോകളിൽ വിദേശികൾക്ക് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ അടുത്ത 25 വർഷത്തെ മുന്നിൽ കണ്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നമുക്കിപ്പോഴും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നൊരു പ്രധാന കാര്യം 25 ടൂറിസം ഹബ്ബുകൾ കേരളത്തിൽ വേണം. 25 ടൂറിസം ഹബ്ബുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ സ്ഥലങ്ങളെല്ലാം ഒരു ഹബ്ബുകളായിട്ട് ഡിക്ലെയർ ചെയ്യുക. ആ ഹബ്ബുകൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. ആ മാസ്റ്റർ പ്ലാൻ അതിന് ലോക നിലവാരമുള്ളൊരു ഇപ്പോൾ കുമരകം അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ടല്ലോ നമുക്ക് കേരളത്തിലെ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത വർക്കല, കൂടുതലും തെക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ വയനാട് തീർച്ചയായിട്ടും വളർന്നു കഴിഞ്ഞൊരു സ്ഥലമാണ്. ബേപ്പൂര് സാധ്യതയുള്ളതാണ്, അധികം വളർന്നിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഓരോ ഹബ്ബുകളാക്കുകയും ഈ ഹബ്ബുകൾക്ക് ഒരു 25 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് 25 മിനിമം വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. അവിടെ റോഡുകളൊക്കെ എങ്ങനെ കടന്നു പോകും? അത് എത്ര വീതിയായിരിക്കും ആ റോഡിന്? ആ റോഡിൻ്റെ വീതി ഇപ്പോഴേ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ ഓരത്ത് കെട്ടിടം പണിയുന്നതാണ്. അത് കുറച്ചല്ലേ കെട്ടിടം പണിയുള്ളൂ. പണിത് കഴിഞ്ഞ് ഇടിച്ചു പൊളിക്കലല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന റോഡ് ടൂറിസം ആ സ്ഥലത്തേക്കുള്ള റോഡ് എത്ര വീതിയുള്ളതായിരിക്കണം? അത് 4 വരിയായിരിക്കും, 8 വരിയായിരിക്കും, 6 വരിയായിരിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര സ്ഥലം അതിന് വേണ്ടി വരും? അപ്പോൾ ഇത് നേരത്തെ ഡിക്ലെയർ ചെയ്താൽ കെട്ടിടം പണിയുന്നവന് അത് ഒഴിവാക്കി പണിയാമല്ലോ. പിന്നെ പൊളിക്കാൻ ചെല്ലുമ്പോഴല്ലേ ഈ പ്രതിഷേധം. ഈ മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ പണിയുന്നതിന് മുമ്പ് തന്നെ അറിയുകയാണ് ഇന്ന സ്ഥലങ്ങൾ കെട്ടിടം പണിയാൻ അനുവാദം കൊടുക്കുകയില്ലാത്ത സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരു പാവത്താൻ പോയിട്ട് അവിടെ സ്ഥലം മേടിക്കുകയല്ലോ. പിന്നെ അവൻ റിസോർട്ട് പണിയാൻ വേണ്ടി സ്ഥലം മേടിച്ച് കെട്ടിടം പണിക്ക് എല്ലാം റെഡിയാക്കി പകുതി പണിത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ അത് പണിയാൻ മേലാത്ത പണിതെന്ന് പറയുകയും കോടതി ഉത്തരവ് പറയുകയും ഇടിച്ചു പൊളിക്കുകയും ചെയ്യുന്നത്. ഇത് പണിയുന്നതിന് മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യുകയും അനൗൺസ് ചെയ്യുകയും അതിൻ്റെ മാസ്റ്റർ പ്ലാൻ അത് ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ 25 ഹബ്ബുകൾക്കും മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. അവിടെ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കണം. അവിടെ എന്തൊക്കെ പ്രോജക്റ്റുകളാണ് ഈ 25 വർഷം കഴിഞ്ഞ് നടക്കേണ്ടത്? ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാറിൽ പള്ളിവാസലിൽ നിന്ന് ചിന്നക്കനാൽ ഭാഗത്തേക്ക് ഒരു കേബിൾ കാർ ഉണ്ടെന്നിരിക്കട്ടെ, മൂന്നാർ ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ പള്ളിവാസലിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഒരു 250-300 ബസ്സുകൾക്ക് വരെ വന്നാൽ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമുണ്ടെങ്കിൽ, ഈ ചിന്നക്കനാൽ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ടൂറിസം സോണായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവിടേക്ക് ഗ്ലോബൽ മലയാളികളെ ഇൻവെസ്റ്റേഴ്സായിട്ട് ക്ഷണിക്കാം. മലേഷ്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എൻ്റർടൈൻമെൻറ്റിൻ്റെ ലോക ക്യാപിറ്റൽ എന്ന് വേണേൽ പറയാവുന്ന പോലെ മാറ്റിയിരിക്കുകയാണ്. അവിടെ കാസിനോസ് ഉൾപ്പെടെ ഉണ്ട്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ്, ഇതെല്ലാം ചേർന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ടൗൺഷിപ്പ് സത്യത്തിൽ അവിടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും അവിടേക്ക് വരികയും ചെയ്യും. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരും. ഈ മൂന്നാർ എന്ന് പറയുന്ന പട്ടണം കൂടുതൽ വൃത്തികെട്ട പട്ടണമായിട്ട് മാറാതിരിക്കും. അളിഞ്ഞൊരു നഗരമാണ് ഇപ്പോൾ അത്. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അത് കാണാനാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ വരുന്നത് ഓർക്കണം. അവിടെയുള്ളവർക്കറിയത്തില്ല അവർ ജീവിക്കുന്ന ഈ അളിഞ്ഞതിനകത്താണെന്ന്. അതൊക്കെ ഒഴിവാക്കി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കൺജഷനെല്ലാം ഒഴിവാക്കി കേബിൾ കാറിൽ ഈ പറഞ്ഞ ജെൻഡിങ് ഹൈലൈറ്റിലേക്ക് പോകുന്നത് പോലെ തന്നെ ആളുകൾ അവിടെ പോകുന്നു, അവിടുത്തെ ഹോട്ടലുകളിൽ താമസിക്കുന്നു, അവിടുത്തെ കാസിനോകൾ അവർ വിസിറ്റ് ചെയ്യുന്നു. കാസിനോ വേണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാം. കാസിനോ അപകടമാണെങ്കിൽ വേണ്ട. അവിടെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റ്, തേയിലത്തോട്ടങ്ങളിലേക്കുള്ള ടൂറുകൾ, തേയില ഫാക്ടറി വിസിറ്റുകൾ, ഇങ്ങനെ അവിടെ ബോട്ടിങ്, ഇങ്ങനെയുള്ള പലവിധ ആക്ടിവിറ്റികളെല്ലാം കഴിഞ്ഞ് അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാം. അപ്പോൾ ഈ പറഞ്ഞ കൺജഷൻ ഇല്ല, ഈ വൃത്തികേടുകൾ കൂടുതലില്ല, മാലിന്യ ഡിപ്പോസിറ്റ് നടക്കുന്നില്ല. എന്നാൽ ഇതിലെല്ലാം അവർ നടത്തുന്ന ഓരോ ആക്ടിവിറ്റിക്കും സ്റ്റേറ്റിന് പണം കിട്ടുന്നു. ഇങ്ങനെ ഓരോ ഹബ്ബുകൾക്കും കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടി മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരെ ക്ഷണിക്കുകയും. ഇപ്പോൾ കേബിൾ കാർ ഈ പദ്ധതി ഇട്ടാൽ മതി. കേബിൾ കാർ ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ലേറ്റർ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ തുടർന്ന് ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യാൻ എത്രയോ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇങ്ങനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയാലേ അവർക്കൊന്ന് തുടങ്ങാൻ പറ്റൂ. അങ്ങനെ അനൗൺസ് ചെയ്താലേ അവർ വരുള്ളൂ. യെസ്, ഞങ്ങൾ ഈ കേബിൾ കാർ സർവീസ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് വരാൻ തയ്യാറുള്ള എത്രയോ ആളുകളുണ്ട്. ഞാൻ ഈ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആയതിനു ശേഷം നടത്തിയ ലോകയാത്രകളിലൊക്കെ നിരവധി മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ഞങ്ങൾ കേരളത്തിൽ ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, എന്താണ് അഭിപ്രായം? എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക? ഞാൻ ആദ്യത്തെ വർഷം പോയപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, ഗവൺമെൻറ് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങളെ ഇൻവെസ്റ്റേഴ്സ് വിളിക്കും. ഇപ്പം ഞാൻ യാത്ര പോയിട്ടില്ല, ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. ഇപ്പോൾ ഉടനെ തന്നെ ഒരു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അതിലൂടെ കുറച്ച് ആളുകൾ പോയി. പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അല്ല ആദ്യം നടക്കേണ്ടത്, മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. എന്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കണം. ഇൻവെസ്റ്റ് ചെയ്തവൻ
ഇൻവെസ്റ്റ്മെൻറ്റ് പകുതിയാകുമ്പോൾ ചിലപ്പോൾ ഈ ഗവൺമെൻറ് കാലാവധി കഴിയും, അടുത്ത ഗവൺമെൻറ് കഴിയുമ്പോൾ ഇതൊക്കെ ഇടിച്ചു പൊളിക്കണ്ടാണെന്ന് പറഞ്ഞാൽ ഇവൻ വെള്ളത്തിലാവുമോ? എന്നാൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് അങ്ങ് വെച്ചാൽ ഏത് ഗവൺമെൻറ് വന്നാലും അത് നടന്നു പോവില്ലേ?